നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിയാറിൻ്റെ കൈവഴിയായ വരാപ്പുഴയിലാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ജീവിതം മദർ എലീഷയുടേതാണ്. ദേവദാസി മദർ എലീഷ. കേരളത്തിലെ ആദ്യത്തെ സന്യാസിനിയാണ് മദർ എലീഷ. നിഷ്പാദിക കർമ്മലീത്ത 3-ാം സഭയിലെ ആദ്യ അംഗമാണ് മദർ എലീഷ. വരാപ്പുഴ അതിരൂപതയിലെ വൈപ്പിശ്ശേരി തറവാട്ടിൽ 1831 ഒക്ടോബർ 15-നാണ് ഏലീശ്വ ജനിച്ചത്. 1866 ഫെബ്രുവരി 13-ന് ഏലീശ്വാമ കർമ്മലോത്തിരിയം സ്വീകരിച്ച് സന്യാസ പരിശീലനം ആരംഭിച്ചു. 1913 ജൂലൈ 18-ന് മദർ എലീശ്വ പരലോകപ്രാപ്തയായി. 2008 മെയ് 31-ന് ഏലീശ്വാമ ദേവദാസിയായി പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മള് മദർ എലീഷ ജീവിച്ച കോൺവെന്റും ആ ചുറ്റുപാടും ഒക്കെ കാണുന്നതിന് മുൻപ് നമ്മൾ മദർ എലീഷയെ കുറിച്ച് പാട്ട് പഠിച്ചില്ലേ? അതൊന്ന് പാടി നമുക്ക് അങ്ങ് പോയാലോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂനമാവില. കൂനമാവ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെയാ? എറണാകുളത്ത് വരാപ്പുഴ. യെസ്. അപ്പോൾ ഈ കൂനമാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതവുമായിട്ട് അതിനൊരു ബന്ധമുണ്ടെന്ന് വേണേൽ പറയാം. അറിയാവോ? എന്താ? കൊന്തകെട്ടിന് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നാണ് കൊന്തകെട്ട് ആരംഭിച്ചതെന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടാൻ പോകുന്നു. അത് മദർ എലീഷ. മദർ എലീഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അറിയോ എന്താന്ന്? അതെ, കേരളത്തിലെ ആദ്യത്തെ സന്യാസിനിയാണ്. ആന്റി, ഇതിന്റെ മുമ്പ് വേറെ സിസ്റ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നോ? ഇല്ല. കേരളത്തിൽ ആദ്യമായിട്ട് സന്യാസം, സ്ത്രീകൾക്ക് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു തുടക്കക്കാരിയായിരുന്നു മദർ എലീഷ. അപ്പം നമ്മൾ ഇത് മദർ ആദ്യ നാളുകളിൽ താമസിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ മദറിൻ്റെ പേരിലുള്ള മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട്. മദറിൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കിക്കാണാം. റെഡിയല്ലേ? അപ്പം ഇവിടുന്നാണ് തുടങ്ങുന്നത്. വാ. ഇത് ആരാ? ഏതാ മദർ എലീഷ? ഏതാ? ഓക്കെ. അപ്പോൾ ഇതുണ്ട് 1831 ഒക്ടോബർ 15. 1831 മദർ എലീഷ ജനിച്ചത്, ഒക്ടോബർ 31-ാം തീയതി. അപ്പം അമ്മ വാവേനെ തൊട്ടിലിട്ട് ആട്ടുന്നു. ഇത് മാമോദീസ. യെസ്, അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മദറിൻ്റെ ജീവിതത്തിൽ ഈ ആദ്യ കുർബാന സ്വീകരണം. ശരിക്കും ഈശോയെ ആദ്യമായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ പ്രകാശം ആ കുട്ടിയുടെ മുഖത്ത് കണ്ടിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം വളരെ അവിടെ മുതൽ ആ ഒരു ഈശോയുമായിട്ടുള്ളൊരു പേഴ്സണൽ ബന്ധം മദർ എലീഷയ്ക്കുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് പുറത്തുപോയി സ്കൂളോ അങ്ങനൊന്നും ഇല്ല, പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷെ അപ്പൻ വളരെ ഫോർവേഡായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആശാന്മാരെ വീട്ടിൽ വിളിച്ച്, ഗുരുവിനെ വിളിച്ച് വീട്ടിൽ തന്നെ പഠിപ്പിക്കുമായിരുന്നു. ഇത് കണ്ടോ? ഇത് ശരിക്കും അന്നത്തെ കാലത്ത് ഈ ജാതി, ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ളൊരു വലിയ ഡിവിഷൻ ഉണ്ടായിരുന്നു. അപ്പം താഴ്ന്ന ജാതിക്കാരോടൊക്കെ വളരെ അങ്ങനെ ഒരു മേന്മയൊന്നും ഭാവിക്കാതെ അവർക്ക് അവരെ വീട്ടിൽ കൊണ്ടുവരികയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കുടുംബം മുഴുവൻ അങ്ങനെ പാവങ്ങളോടുള്ളൊരു ആർദ്രതയുള്ളതായിരുന്നു. ഇത് ഈ ചിത്രം കണ്ടോ? എന്താ അതിൻ്റെ പ്രത്യേകത? അത് നിങ്ങൾക്കൊരു സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലേ? അപ്പം മദർ എലീഷ വിവാഹം കഴിച്ചിരുന്നു. വിവാഹം കഴിച്ച വിവാഹത്തിൻ്റെ ഒരു ചിത്രമായത്. അപ്പോൾ കല്യാണം കഴിച്ചവർക്ക് മടത്തി ചേരാൻ പറ്റുമോ? പറ്റുമല്ലോ. അതായത് ഈ സഭ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ വിവാഹം കഴിഞ്ഞാലും നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരാൾക്ക് സന്യാസത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും സാധിക്കും. അങ്ങനെ വിവാഹം കഴിഞ്ഞു
മക്കളും ഭർത്താവും ഒക്കെ മരിച്ചു കഴിഞ്ഞ് ഒരാൾ കന്യാസ്ത്രീയായി വിശുദ്ധയായിട്ടുണ്ട്. ആരാന്ന് പറയാമോ? സെയിൻറ്റ് റീത്ത. യെസ്. അപ്പം ഇതാണത്. ഇത് മദർ എലീഷയ്ക്ക് ഒരു കുട്ടിയുണ്ടായി. അപ്പോൾ അവയുടെ പേര് അന്ന. ഇതാണ്. പിന്നീട് അന്നയും എലീഷാമ്മയുടെ കൂടെ മഠത്തിൽ ചേർന്നു. അവരൊരുമിച്ച് സന്യാസത്തിലേക്ക് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. ബാ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടോ. ഇവിടെ വെച്ചിരിക്കുന്നത് മദർ എലീശ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെയാണ്. ഇത് കണ്ടില്ലേ? ജപമാല, പഴയ കാലത്തുണ്ടായിരുന്ന വലിയ മണികൾ കാണുന്നില്ലേ എല്ലാവരും? പിന്നീട് ഇതെല്ലാം ജപമാലകളാണ്. ഇത് കണ്ടോ? പലതരം കുരിശുകൾ. മരക്കുരിശുണ്ട്, ഈശോയുടെ രൂപത്തോടു കൂടിയ കുരിശുണ്ട്. ഇത് ഉത്തരീയം. വലിയ രീതിയിൽ നമ്മൾ കർമ്മലീത്ത, ശരിക്കും കർമ്മല സഭയിൽ നിന്നാണ് ഈ ഉത്തരീയം, വെന്തിങ്ങ നമ്മൾ ഉപയോഗിക്കുന്ന വെന്തിങ്ങ, അതിൻ്റെ ഒരു ഉത്ഭവം അതാണ്. പഴയ കാലത്ത് ഇത്രയും വലിയ ഉത്തരീയമായിരുന്നു ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ അത്. ഇത് കണ്ടോ? വണക്കമാസ പുസ്തകങ്ങൾ, ഇത് നൊവേന പുസ്തകങ്ങൾ. ഇത് നമ്മൾ കാണുകയോ കേൾക്കാത്തയോ ചെയ്യാത്ത ഒരു വസ്തുവാണിത്. കടികോൽ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ നാവ് നന്നായിട്ട് ഉപയോഗിക്കുന്ന ബൈബിളിൽ ഒത്തിരി എടുത്ത് നാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ മോശമായ സംസാരം എന്തെങ്കിലും ആരുടെയെങ്കിലും നാവിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ കമ്പി ഇങ്ങനെ കടിച്ച് ഇങ്ങനെ വെച്ചിരിക്കും, പുറകോട്ട് കെട്ടി ഇങ്ങനെ കടികോൽ. അപ്പം ശരിക്കും നമ്മുടെ സംസാരം, നാവിനെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു നമ്മൾ അങ്ങനെ പുണ്യം അഭ്യസിപ്പിക്കുകയാണ്. നാവിനെ നിയന്ത്രിക്കുക, അത് ഈ കടികോൽ, അതാണ് ഉപയോഗിക്കുന്നത്. ഇത് മുള്ളരഞ്ഞാണം. മുള്ളരഞ്ഞാണം ശരീരത്തിൽ ചേർത്ത് കെട്ടി അതിൻ്റെ മുള്ള് ശരീരത്തിൽ കൊണ്ട് ശരിക്കും ശരീരത്തിൻ്റെ ആസക്തികളിൽ നിന്ന്, ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് ഈ മോചനം നേടാനുള്ള അതൊരു അഭ്യാസമാണ്. അങ്ങനെ ഇത് വേന്ത. ഇത് കണ്ണടക്കത്തില്ല, ശരിക്കും ഇങ്ങനെ കണ്ണ് മൂടിക്കെട്ടി നമ്മൾ കണ്ണ് നിയന്ത്രിക്കുക, നോട്ടം, കണ്ണിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധതയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. അപ്പം കണ്ണടക്കത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്തുവാണ് വേന്ത. ഇതൊരു വശം നിങ്ങൾ കാണാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഇത്. അതായത് നമ്മൾ കുർബാനയ്ക്ക് കൊടുക്കുന്ന ഓസ്തിയില്ലേ, ഓസ്തി ഉണ്ടാക്കുന്ന ഒരു മെഷീനായിരുന്നു ഇത്. അത് ഈ ഓസ്തി ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനം അന്ന് മഠത്തിലെ സിസ്റ്റേഴ്സിന് തന്നെ കൊടുത്ത് മഠത്തിലായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കും ആളുകൾ ഓസ്തി വാങ്ങിക്കൊണ്ടുപോകായിരുന്നു. അത് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെഷീനാണിത്. ഇത് മദർ എലീശ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിൽ, ഇത് മേശ, തടിപ്പെട്ടി, അതെല്ലാം ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കും. ഇത് കണ്ടോ? ഇത് ശരിക്കും നമുക്ക് പുതുമയുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇത് ആദ്യ നാളുകളിൽ സന്യാസാശ്രമങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മുഖത്ത് നോക്കിക്കൂടാ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ സന്യാസാശ്രമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശരിക്കും ഇന്നത്തെ നമ്മുടെ മിണ്ടാമടം പോലത്തെ ഒരു അന്തരീക്ഷമായിരുന്നു അവർക്ക്. അപ്പം ആശ്രമത്തിൽ നിന്ന് പുറത്തു നിന്ന് ആരെങ്കിലും എന്തെങ്കിലും സാധനം കൊടുക്കാൻ വന്നാൽ അവർ ഇതിൻ്റെ ഉള്ളിൽ വെക്കും. അപ്പോൾ അകത്തുനിന്ന് സിസ്റ്റേഴ്സ് അത് തിരിച്ചിട്ട് അതെടുക്കും. ഇനി അകത്തുനിന്ന് പുറത്തേക്ക് എന്തെങ്കിലും സാധനം കൊടുക്കണമെങ്കിൽ ഇതിങ്ങനെ കൊടുക്കും, എന്നിട്ട് തിരിക്കും. അങ്ങനെയായിരുന്നു, അതിനായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ആദ്യത്തെ സന്യാസ സമൂഹമായിരുന്നു. ആദ്യമായിട്ട് ഈ പറമ്പിൽ ഇങ്ങനൊരു ഈ മാതൃകയിലുള്ളൊരു പനമ്പ് മഠം എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. പനമ്പ് മഠത്തിലാണ് ഇവരുടെ സന്യാസ ജീവിതം ആരംഭിക്കുന്നത്. വളരെ ലാളിത്യത്തിലും ദാരിദ്ര്യത്തിലുമായിരുന്നു സന്യാസത്തിൻ്റെ ആദ്യ നാളുകളിൽ. ഏകദേശം 1 വർഷത്തോളം ഈ പനമ്പ് മഠത്തിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. പിന്നീടാണ് കോൺവെൻറ്റ് കെട്ടി അങ്ങോട്ടേക്ക് താമസം മാറിയത്. ഇത് കളപ്പുര എന്ന് പറയും. എലീശാമ്മ വീടിനടുത്തുള്ള കളപ്പുരയിൽ പോയി ഏറെ നേരം പ്രാർത്ഥിച്ചിരുന്നു. അവിടെ നിന്നാണ് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എലീശാമ്മ വന്നത്. നമുക്കിവിടെ ഇരിക്കാം. അപ്പോൾ നമ്മുടെ എലീശാമ്മയുടെ വാവ അന്നക്കൊച്ചിന് 1.5 വയസ്സുള്ളപ്പോഴാണ് ഭർത്താവ് മരിക്കുന്നത്. അപ്പം അന്ന് വീടിലെ സാഹചര്യം, അവൾ വളരെ സമ്പന്ന കുടുംബമായിരുന്നു, വലിയ വീടും ഒത്തിരി സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എലീശാമ്മ അതിൽ നിന്നെല്ലാം മാറി കുറേ കൂടി പ്രാർത്ഥിക്കാനും വേറെ കുറച്ചുകൂടി ഒരു ലളിതമായ ജീവിതത്തിലേക്ക് പോരണം എന്നൊരാഗ്രഹം വന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു കളപ്പുരയിൽ വന്ന്
പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ കണ്ടില്ലേ സെയിൻറ്റ് ഫിലോമിനാസ് ചർച്ച്, അപ്പോൾ ആ പള്ളിയിൽ അൾത്താരയിലേക്ക് നോക്കിയിരുന്നു പ്രാർത്ഥിച്ചിരുന്നു എന്ന ചരിത്രം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കളപ്പുരയിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു കർത്താവിനെ സ്നേഹിക്കാനും ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുവാനും ഒക്കെയുള്ള ഒരു ആഗ്രഹം മനസ്സിൽ നിന്ന് വന്നത് ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ചൈതന്യമായിരിക്കും ചെറുപ്പത്തിലെ. അന്നത്തെ ഈ ഏലിശാമ്മയുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നതാണ് കപ്പിത്താൻ കുടുംബം എന്നാണ്. അപ്പോൾ ശരിക്കും കൊച്ചി രാജാവിൻ്റെ പടത്തലവന്മാരിൽ ഒരാളായിരുന്നു അപ്പച്ചൻ. പിന്നെ അമ്മയുടെ ആങ്ങളെയും ഒക്കെ അതിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പം അപ്പച്ചന് ഒരു ഇതുണ്ടായിരുന്നു, അന്ന് പെൺകുട്ടികൾക്ക് സ്കൂളില്ല, പെണ്ണുങ്ങൾ പുരുഷന്മാരുടെ മുഖത്ത് നോക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒത്തിരി ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. സ്ത്രീകൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യം അധികം ഇല്ലാതിരുന്നൊരു കാലമായിരുന്നു അത്. അപ്പം ഈ അപ്പച്ചനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, മക്കൾ പഠിക്കണം, അറിവുണ്ടാവണം. അപ്പോൾ ഇവർ വീട്ടിൽ ആശാന്മാരെ വരുത്തി പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും കൂടുതൽ എലിശാമ്മയ്ക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ഗുണം എന്തോന്ന് വെച്ചാൽ മാതാവിൻ്റെ തിരുസ്വരൂപമില്ല, നമ്മുടെയൊക്കെ വീട്ടിലില്ല മാതാവിൻ്റെ രൂപം. അപ്പോൾ ഈ വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ പൂക്കൾ വെച്ച് അലങ്കരിക്കും. അത് വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, വളരെ ചെറുപ്പം തൊട്ട് അത് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ശരിക്കും മരിക്കുന്നത് വരെ മാതാവിനോട് ആ ഒരു ഡിവോഷൻ ഉണ്ടായിരുന്നു. എലിശാമ്മയുടെ ഒരു സഹോദരനും വൈദികനായിരുന്നു, ഫാദർ ലൂയിസ് വൈപ്പശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ പത്രം, ദിനപത്രമല്ല, കേരള ആദ്യത്തെ പത്രം സത്യനാഥ കാഹളം തുടങ്ങിയത് അദ്ദേഹമായിരുന്നു. മാസത്തിൽ 2 എണ്ണമായിരുന്നു അത് പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ ഈ പത്രം വരുമ്പോൾ നാട്ടുവാർത്തയൊക്കെ വായിച്ചറിയാൻ, ചുറ്റും നടന്ന വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആളുകൾ ആകാംക്ഷയോടെ ഇരുന്നു എന്നാണ് പറയാറ്. ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ ആരാണ്? ഐശ്വര്യ റായ്. എല്ലാവരും അഭിപ്രായം അതാണോ? എന്നാൽ ഈ ഐശ്വര്യ റായ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ വേറൊരാളാണെന്നാണ്, മദർ തെരേസ. അപ്പം സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ ബാഹ്യമായി കാണുന്നതിനപ്പുറത്ത് അവരുടെ വ്യക്തിത്വവും അവരുടെ ജീവിതവും അവർ പകരുന്ന നന്മകളും ഒക്കെയാണ്. ശരിക്കും മദർ എലീഷയുടെ ജീവിതവും നമുക്ക് അങ്ങനെ ഒന്ന് നോക്കി കാണാൻ പറ്റും അല്ലേ? ഇങ്ങനെ ഒരു ബാഹ്യമായിട്ടുള്ള എല്ലാത്തിൽ നിന്നും മാറി ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കണം എന്നൊരു ചിന്തയിൽ നിന്നാണ് വിവാഹവും ആ ഒരു ഇതിൽ ചുറ്റുപാടിൽ നിന്നൊക്കെ മാറി സന്യാസത്തിലേക്ക് മദർ എലീഷ മാറിയത്. അന്ന് ആ കാലഘട്ടത്തിൽ ശരിക്കും ഈ നമ്മൾക്ക് ഇന്നു ധാരാളം വൈദികരൊക്കെ നമുക്കുണ്ട് നമ്മളെ ഗൈഡ് ചെയ്യാനൊക്കെ. പക്ഷെ അന്നത്തെ കാലത്ത് വിദേശത്തു നിന്നുള്ള മിഷണറിമാരായിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മദർ എലീഷ ജീവിച്ചിരുന്ന ആ ഒരു ചുറ്റുപാടിൽ അവിടെയുള്ള ജനങ്ങളുടെ ആധ്യാത്മിക കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നത് ലിയോപോൾഡ് ബൊക്കാറോ എന്ന് പറയുന്ന ഒരു വിദേശ മിഷണറി ആയിരുന്നു. അപ്പം അന്ന് ഇങ്ങനെയുള്ള മിഷണറിമാരെയൊക്കെ മൂപ്പച്ചൻ എന്നായിരുന്നു ആദരപൂർവ്വം ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛനായിരുന്നു ആ ഒരു സമയത്ത് മദർ എലീഷയ്ക്ക് വേണ്ട ഗൈഡൻസ് എല്ലാം കൊടുത്തിരുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വരാപ്പുഴയിൽ CTC സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലാണ്. മദർ എലീഷയുടെ ഭൗതിക അവശിഷ്ടം ഇപ്പോൾ ഈ സ്മൃതി മണ്ഡപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എലീഷാമ്മയൊക്കെ ചേർന്ന ആദ്യത്തെ സന്യാസ സമൂഹത്തിൻ്റെ നിഷ്പാദിത കർമ്മലീത്ത മൂന്നാം സഭ എന്നായിരുന്നു പേര്. ഇപ്പം അത് CTC സഭയായിട്ട് മാറി. ഇവിടെ 1988 ജൂൺ 27 മദർ എലീഷയെ ആദ്യം അടക്കം ചെയ്തെടുക്കുന്ന ഭൗതിക അവശിഷ്ടം കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചു. ഇവിടുന്നാണ് സ്മൃതി മണ്ഡപത്തിനുള്ളിലേക്ക് മാറ്റിയിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. എലീശാമ്മയ്ക്ക് ചെറുപ്പത്തിലെ മാതാവിനോടുണ്ടായിരുന്ന ഭക്തി അത് പ്രായമേറെയായിട്ടും അതിനൊരു മാറ്റവും ഉണ്ടായില്ല. അപ്പോൾ ഈ നമുക്കറിയാം പ്രായമായി കഴിയുമ്പോൾ വടിയൊക്കെ കുത്തിയല്ല നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് പോലും തോട്ടത്തിൽ പോയി പൂ പറിച്ചുകൊണ്ട് വന്ന് മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ വെക്കുമായിരുന്നു. മരിക്കുന്നതിന് നാളുകൾക്ക് മുമ്പേ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് മുറിയിലേക്ക് എപ്പോഴും ഇങ്ങനെ ജപമാല ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. മുറിയിലേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പം നന്മ നിറഞ്ഞവളേന്ന് ഇങ്ങനെ വിളിക്കുമായിരുന്നു. അത്രമാത്രം മാതാവിനോടൊരു വലിയ അടുപ്പം എലീശാമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സന്യാസ ജീവിതത്തിലേക്ക് വരാനും എല്ലാറ്റിനുപരിയായി ഈശോയെ സ്നേഹിക്കാനും ഒക്കെ മാതാവിൻ്റെ വലിയൊരു മധ്യസ്ഥ സഹായം എലീശാമ്മയ്ക്കുണ്ടായിരുന്നു. വിശുദ്ധരൊക്കെ പറയാറുണ്ട്, പ്രാർത്ഥന എന്നാൽ ദൈവത്തെ സ്നേഹിക്കലാണ്. എലീശാമ്മ ഒരുപാട് സമയം പ്രാർത്ഥിച്ചിരുന്ന വ്യക്തിയാണ്. ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുന്ന അത്രയും സമയം ഈശോയെ സ്നേഹിക്കുകയാണ്. അപ്പോൾ ആ സ്നേഹത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അത് ചുറ്റിലുള്ളവർക്ക്
എലീശാമ്മ ഒഴുക്കിയിരുന്നു. ഈ ഒരു സമയം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ, ആ പ്രാർത്ഥനയിലൂടെ ഈശോയെ ഏറ്റവും അധികം സ്നേഹിക്കാനുള്ള കൃപ, ആ ഒരു മാധ്യസ്ഥം നമുക്ക് എലീശാമ്മയോട് ചോദിക്കാം. അപ്പോൾ ഒപ്പം നമ്മളുടെ പേരൻസിനെ നമുക്കൊന്ന് ഓർക്കാം, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, അവരെല്ലാം ഒന്ന് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരിലും ഈശോയുടെ ഈ ഒരു സ്നേഹം, എല്ലാറ്റിനുപരി ഈശോയെ സ്നേഹിക്കാനുള്ളൊരു ചൈതന്യം കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എലീശാമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇത് എലീശാമ്മയുടെ ഏറ്റവും ഇളയ അനുജത്തി, എട്ടാമത്തെ ആള് ത്രേസ്യ, മകൾ അന്ന. ഇവർ 3 പേരും, അതായത് എലീശാമ്മ അതിനുശേഷം പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു. അന്നയും കൂടെ ഇരുന്നിയുള്ള പ്രാർത്ഥന, അന്നയ്ക്കും ശരിക്കും സന്യാസം സ്വീകരിക്കണം എന്നുള്ളൊരാഗ്രഹത്തിലേക്ക് പോയി. അപ്പോൾ അന്നത്തെ ഇവരുടെ ആധ്യാത്മിക കാര്യങ്ങൾ നോക്കിയിരുന്ന മിഷണറിയാണ് ലിയോപോൾഡ് ബൊക്കാറോ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലേ? അപ്പോൾ ശരിക്കും അദ്ദേഹം ലിയോപോൾഡ് അച്ഛൻ്റെ അടുത്ത് ഇവർ വന്ന് പറയുകയാണ്, ഇവരുടെ ഉള്ളിലുള്ള ഒരാഗ്രഹം ഇവർ വന്ന് പറയുക. അന്നൊക്കെ കുമ്പസാരക്കൂട്ടിലാണ്, അല്ലാണ്ട് ഇവർക്ക് വന്ന് പറയാനുള്ള ഒരു ഇതിൽ കുമ്പസാരക്കൂട്ടിൻ്റെ അടുത്ത് വന്ന് കുമ്പസാരത്തിന് ശേഷം അവരുടെ ആഗ്രഹം അച്ഛനെ അറിയിക്കുവാണ്. അതൊരു ദിവസം എലീശാമ്മയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു വെളിപാട് പോലെ തോന്നുകയാണ്, നിൻ്റെ ആഗ്രഹം കൊച്ചുമൂപ്പച്ചനെ അറിയിക്കുക. അങ്ങനെയാണ് ശരിക്കും ലിയോപോൾഡ് അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഈ ഒരു ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം ലിയോപോൾഡ് അച്ഛൻ അന്നത്തെ ശരിക്കും പറഞ്ഞാൽ അന്ന് രൂപതയിലെ ബിഷപ്പായിരുന്നു ശരിക്കും ബെർണഡിൻ ബെച്ചിനെല്ലി പിതാവിൻ്റെ അടുത്ത് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സന്യാസത്തിന് വേണ്ട ഗൈഡൻസ് പിതാവിൽ നിന്ന് അച്ഛൻ സ്വീകരിക്കുന്നു. പിന്നീട് അച്ഛൻ്റെ ഗൈഡൻസിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് നമ്മൾ അവിടെ കണ്ടില്ലേ, മ്യൂസിയത്തിൽ ഒരു പനമ്പ് മഠം കണ്ടില്ലായിരുന്നോ? അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ആദ്യമായി താമസിക്കാൻ വന്ന പനമ്പ് മഠമാണ്. ലിയോപോൾഡ് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ചാവറയച്ചനാണ്. ചാവറയച്ചൻ ഈ സമയത്ത് കൂനമാവിലുള്ള സെമിനാരിയിലുള്ള ആളുകളുടെ, ഈ സെമിനാരി സ്റ്റുഡൻസിൻ്റെ ചുമതലയായിട്ട് അച്ഛൻ കൂനമാവിലുണ്ടായിരുന്നു. അച്ഛൻ ഈ ലിയോപോൾഡ് അച്ഛൻ്റെ കൂടെ ഈ ഒരു മിഷൻ മുഴുവൻ സമയവും സഹായത്തിനായിട്ട് ഒപ്പമുണ്ടായി. ഇവർ ഒരുമിച്ചായിരുന്നു എല്ലാ കാര്യത്തിനും ഒരു ഗൈഡൻസ് ഒക്കെ കൊടുത്തിരുന്നത്. അപ്പം ഇത് കേരളത്തിലെ ആദ്യത്തെ സന്യാസിനി സമൂഹം, നിഷ്പാദുക കർമ്മലീത്ത 3ാം സഭ, അതിൻ്റെ തുടക്കം ഇവിടുന്ന്. ഇത് വളർച്ചയുടെ അടുത്തൊരു ഘട്ടം. ഇവർ ഈ 3 പേരെയും നമ്മൾ കണ്ടില്ലേ, എലീശ, അന്ന, ത്രേസ്യ, ഇവർ 3 പേരും ലിയോപോൾഡ് അച്ഛനിൽ നിന്ന് ഉത്തരീയം സ്വീകരിക്കുന്ന ചിത്രമാണ്. ചാവറയച്ചനാണ് അടുത്ത് നിൽക്കുന്നത്. ശരിക്കും കേരളത്തിലെ ആദ്യത്തെ സന്യാസിനി സമൂഹത്തിൻ്റെ നിത്യവ്രത വാഗ്ദാനത്തിൻ്റെ ചിത്രമാണിത്. 1868 ജൂലൈ 16-ാം തീയതിയാണ് ഈ 4 പേരും ലിയോപോൾഡ് അച്ഛനിൽ നിന്ന് സന്യാസിനിമാരായിട്ട് നിത്യവ്രത വാഗ്ദാനം ചെയ്യുന്നു. ചാവറയച്ചനാണ് അതിൻ്റെ സമീപം നിൽക്കുന്നത്. ഇത് അതിനുശേഷം ഇവർ തുടങ്ങുന്ന മിഷനാണ്. പെൺകുട്ടികൾ അതായത് ശരിക്കും അന്ന് പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പോൾ അവർ അടുത്തുള്ള പെൺകുട്ടികളെയൊക്കെ ഇവിടെ വരുത്തുമായിരുന്നു, അവരെ പഠിപ്പിക്കുമായിരുന്നു. ഇതിന് ശേഷം അപ്പം ഈ ലത്തീൻ സിറിയൻ സെപ്പറേഷൻ ഇല്ലായിരുന്നു. ഇന്ന് നമ്മളില്ലേ, ലാറ്റിൻ സിറിയൻ രണ്ടും സെപ്പറേഷൻ, 2 റീത്തുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നിഷ്പാദക കർമ്മലീത്ത സഭയുടെ തുടക്കത്തിൽ ഈ 2 റീത്തിൽപ്പെട്ട ആളുകളും ഒറ്റ ആശ്രമത്തിലായിരുന്നു. പക്ഷെ പിന്നീട് 1877 ഈ ഒരു ലയ 13-ാം മാർപ്പാപ്പയാണ് റീത്ത് വിഭജനം നടപ്പാക്കുന്നത്. 1890 അന്നത്തെ മെത്രാനായിരുന്നു അതായത് ലത്തീനായിട്ടുള്ള ആൾക്കാർ അവർ വരാപ്പുഴയിലേക്ക് തിരിച്ചു വരണം. ഈ കൂനമാവ് മഠം ശരിക്കും സുറിയാനി സഭയുടെ ആ പരിധിയിൽപ്പെട്ടതാണ്. അതായത് നമ്മൾ ഓരോരുത്തർ താമസിക്കുന്ന പരിധി ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ ഇടവപ്പള്ളിയുടെ ഒരു ബൗണ്ടറി നമ്മളങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ആ പരിധി വെച്ച് സീറോ മലബാർ സഭയിലെ സിസ്റ്റേഴ്സ് അവിടെ തുടരുകയും ശരിക്കും വരാപ്പുഴയിലെ ലത്തീൻ റീത്തിൽപ്പെട്ട സിസ്റ്റേഴ്സ്, അതായത് നമ്മുടെ എലീശാമ്മയും ത്രേസ്യ അങ്ങനെയുള്ള സഹോദരിമാർ, അവർ തിരിച്ച് വരാപ്പുഴയിലേക്കും തിരിച്ചു പോന്നു. ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത്, നമ്മുടെ സിസ്റ്റർ അന്ന വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. സിസ്റ്റർ ആയിക്കഴിഞ്ഞ് വ്രതവാഗ്ദാനമൊക്കെ എടുത്തു കഴിഞ്ഞ്, അതായത് സിസ്റ്ററിൻ്റെ മുതുകിൽ ഒരു ട്യൂമർ പോലെ വന്നു. അപ്പോൾ ഇന്നത്തെ പോലെ അന്ന് ഡോക്ടറും സൗകര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ശരിക്കും ഈ സിസ്റ്റർ ഒത്തിരി ഈ ട്യൂമർ അങ്ങ് വലുതായി അങ്ങനെയാണ് മരിക്കുന്നത്. ശരിക്കും മരണത്തിൻ്റെ അവസാന നാളുകളിലൊക്കെ ഇങ്ങനെ സഹനങ്ങളൊക്കെ ഒരു വിഷമവും കൂടാതെ പരാതിയില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അന്ന. ഒരു ധീരയായ സന്യാസിനി എന്നാണ് ശരിക്കും ലിയോപോൾഡ് അച്ഛനും
ചാവറയച്ചനൊക്കെ അന്നയെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ റീത്ത് വിഭജനമൊക്കെ കഴിഞ്ഞപ്പോൾ കൂനമ്മാവിൽ നിന്ന് വന്ന സിസ്റ്റേഴ്സിനെ വളരെ ആഘോഷമായിട്ട് സ്വീകരിച്ചാണ് വരാപ്പുഴയിലേക്ക് കൊണ്ടുവരുന്ന ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ വന്നതുപോലെ അല്ലേ ആൻറ്റി? ആ അതെ, നമ്മൾ വന്ന പോലെ ബോട്ടിൽ സിസ്റ്റേഴ്സിനെ ആഘോഷമായിട്ട് അവർ സ്വീകരിച്ചു. പുതിയ കോൺവെൻറ്റിലേക്ക് സിസ്റ്റേഴ്സ് പ്രവേശിക്കുന്നതിൻ്റെ ചിത്രമാണ് അത്. ഇത് നമ്മൾ നിൽക്കുന്ന കോൺവെന്റ് അല്ലേ ആൻറ്റി? അതെ അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കോൺവെൻറ്റിലാണ്. അവിടെയാണ് ഈ ചിത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ഏലിശാമ്മ മരിക്കുന്ന സമയത്തുള്ള ചിത്രമാണ്. സിസ്റ്റേഴ്സൊക്കെ പ്രാർത്ഥിക്കുന്ന കണ്ടില്ലേ, ജപമാല കണ്ടില്ലേ കയ്യിൽ. വളരെ ശാന്തമായി സ്വസ്ഥമായി ഏലിശാമ്മ മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. 1913 ജൂലൈ 18 രാത്രി 9 മണിക്കായിരുന്നു മദർ ഏലീഷായുടെ മരണം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ CTC സഭയിലെ വളരെ പ്രധാനപ്പെട്ട 3 വ്യക്തികളെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ജനറാളമ്മയാണ് നമ്മുടെ ആദ്യത്തെ സന്യാസിനി സമൂഹം. പിന്നീട് 2 ശാഖകളായി വളർന്നു, വലിയ 2 കോൺഗ്രിഗേഷനായി തീർന്നു, CTC CMC. അപ്പോൾ നമുക്ക് സിസ്റ്റേഴ്സിനെ പരിചയപ്പെടാം. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താവോ ഞങ്ങൾക്ക്? ഞാൻ സിസ്റ്റർ ലൈസ, കോൺഗ്രിഗേഷൻ ഓഫ് ടെരേസ്യൻ കാർമലൈറ്റ്സ്, അതായത് CTC, ഇവിടെ ഇപ്പോഴത്തെ സുപ്പീരിയർ ജനറൽ. നിങ്ങളെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് സിസ്റ്റർ സൂസമ്മ. ഞാൻ CTC കോൺഗ്രിഗേഷനിലെ ഫസ്റ്റ് ജനറൽ കൗൺസിലറാണ്. ഞാൻ കൊല്ലം ഫാത്തിമ കോളേജിലെ പ്രിൻസിപ്പൾ കൂടെയാണ്. ഞാൻ സിസ്റ്റർ സൂസി. ഞാൻ മദർ എലീശോയുടെ നാമകരണ നടപടികളുടെ പോസ്റ്റ്ലേറ്ററായിട്ട് ജോലി ചെയ്യുന്നു. സിസ്റ്റർ, ഞങ്ങൾ വന്നു ഏലീശാമ്മയുടെ കബറിടവും താമസിച്ചിരുന്ന കോൺവെൻറ്റും ആ ഒരു അന്തരീക്ഷത്തിൽ കൂടെ ഒക്കെ ഞങ്ങൾ പോയി, കായലിൽ കൂടെ സഞ്ചരിച്ചു. വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. സിസ്റ്ററിന് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ? മദർ എലീശോ ഞങ്ങളുടെ സഭയുടെ സ്ഥാപകയാണ്. മദർ എലീശോ നിങ്ങളെപ്പോലെ കുട്ടിയായിരുന്നപ്പോൾ തന്നെ മാതാവിനോട് വളരെ ഭക്തി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും മാതാവിൻ്റെ പീഠം പൂക്കൾ വെച്ച് അലങ്കരിക്കുമായിരുന്നു. അത് എല്ലായ്പ്പോഴും വളർന്നു കഴിഞ്ഞിട്ടും സിസ്റ്ററായി കഴിഞ്ഞിട്ടും പ്രായമായി കഴിഞ്ഞിട്ടും അത് തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അസുഖമായിട്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് വിശപ്പ് തോന്നുന്നു എന്ന് പറയുമായിരുന്നു. അപ്പം മദർ എലീശോയെ പോലെ നിങ്ങളും പുണ്യത്തിലും ഈശോയോടുള്ള സ്നേഹത്തിലും പാവപ്പെട്ടവരോടുള്ള സ്നേഹത്തിലും വളരണം. ചെയ്യില്ലേ അങ്ങനെ? കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ടപ്പെട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നതിനാൽ വേനലിനെ ഭയപ്പെടുന്നില്ല. ഇലകളെന്നും പച്ചയാണ്. നിത്യതയെ സ്വപ്നം കണ്ട് ജീവിതം സുന്ദരമാക്കി തീർത്ത മദർ ഏലീശായുടെ പുണ്യങ്ങൾ നമ്മുടെ ജീവിതങ്ങൾക്കും പ്രചോദനമായി തീരട്ടെ. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി.